ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കൃപയാൽ വീണ്ടും ഒരവസരത്തെ പ്രദാനം ചെയ്ത ദൈവത്തിന് മഹത്വം. JCNDSD അഥവാ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പിലൂടെ ദൈവവചനം ഷെയർ ചെയ്യുവാൻ അനുവദിച്ച ദൈവത്തിനും അവസരം നൽകിയ അഡ്മിന്മാർക്കും ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നിത്യരാജാവും അക്ഷയനും അദൃശ്യനും കർത്താവും രാജാതിരാജാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കുന്നത് അവൻ എന്ന വിഷയത്തിൻ്റെ 5-ാം ഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് ഈ തിരുവചനങ്ങളെ ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഈ വാക്യത്തിലൂടെ അല്പം നമുക്ക് ചിന്തിക്കാം, ആരാണ് മേഘാരൂഢനായി വരുന്നത്? അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിച്ചു, അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ, ആമേൻ. ദാനിയേൽ പ്രവചനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. സ്തോത്രം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ ഈ ഒരു ദർശനം നമുക്ക് കാണുവാൻ കഴിയും. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായവൻ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. സ്തോത്രം. 7 മുതൽ നമ്മൾ ആ വാക്യങ്ങൾ 9 മുതലൊക്കെയും വായിക്കുമ്പോൾ, അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യ ആധിപത്യവും അവൻ്റെ രാജ്യത്വവും നശിച്ചു പോകാത്തതുമാകുന്നു. ദൈവത്തെക്കുറിച്ച് 9 മുതലുള്ള വാക്യങ്ങളിൽ സ്തോത്രം വിവരിച്ചിരിക്കുന്നതായി കാണും. അപ്പോൾ മനുഷ്യനോട് സദൃശൻ ആരെന്ന് നമുക്ക് പിന്നീടായി ചിന്തിക്കാം. അത് നല്ലൊരു സബ്ജക്റ്റാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് അത് വിലയിരുത്തി പഠിക്കേണ്ടതായ ഒരു ദൈവീയ ഭാഗമത്രേ. അപ്പോൾ ദാനിയേൽ കാണുന്നു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് സ്തോത്രം കണ്ടു. സ്തോത്രം. ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു, അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആ വരുന്നവൻ ആരെന്ന് യെശയ്യാ പ്രവചനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 9-10 വായിക്കുമ്പോൾ, യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയുമില്ല. അപ്പോൾ യെശയ്യാ പ്രവചനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ തരികയില്ല. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 29-30 കൂടെ ചേർന്ന് വായിക്കുമ്പോൾ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം ഉടൻ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിൽ സകല ഗോത്രങ്ങളും
പ്രലോഭിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകവും മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ 29-30 ചേർത്ത് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നെക്കുറിച്ച് പ്രവാചകപുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശെ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവായ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നു. സ്തോത്രം, സ്തോത്രം. വരുന്നവൻ ആര് എന്നത്, മേഘാരൂഢനായി വരുന്നവൻ ആരാണ്? സഖരിയ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 5 വായിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചം ഉണ്ടാകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. സ്തോത്രം. അപ്പോൾ സഖരിയ പ്രവാചകൻ പറയുന്നു, എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചമുണ്ടാകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. അത് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 31 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധൻ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളും അവൻ്റെ മുൻപിൽ കൂട്ടും. അപ്പോൾ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 നമ്മൾ വായിച്ചു, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുൻപിൽ കൂട്ടും. മത്തായി സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 നാം വായിക്കുമ്പോൾ, എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണും. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അപ്പോൾ ഈ എന്നെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ, ന്യായപ്രമാണ പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ, പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് തന്നെക്കുറിച്ചാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായം 27 നമ്മൾ വായിക്കുന്നു, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. സ്തോത്രം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആരാണ് മേഘാരൂഢനായി വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ആരാണത്? സ്തോത്രം. ദൈവമോ ഒരുവൻ മാത്രം. അപ്പോൾ വളരെ വിശദമായി നാം ചിന്തിച്ച് പഠിക്കേണ്ടതായ കാര്യമാണ്. ദൈവവചനത്തിൻ്റെ ആധികാരികത, സ്തോത്രം, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടുകളിലൂടെ, മുൻ പ്രവാചകന്മാരിലൂടെ അറിയിച്ചിട്ടുള്ള തിരുവെഴുത്തിൻ പ്രകാരം യേശു ക്രിസ്തു ആരെന്ന് വ്യക്തമായി തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം തന്നെയാണിത്. ദൈവവചനത്തിൻ്റെ ആധികാരികത നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ആദ്യ വചനം വിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക. പരിജ്ഞാനമില്ല എങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകും എന്ന് എഴുതിയിരിക്കുന്നു. യഹൂദന്മാരുടെ ജീവിതത്തിലും ക്രിസ്തുയേശുവിനെ കുറിച്ച് ശരിയായുള്ള അറിവ്
ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ കാത്തിരുന്നുകൊണ്ട് സ്തോത്രം അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് മുൻ പറഞ്ഞതുപോലെ നിൻ്റെ അറിവിനാൽ നീ നശിക്കരുത്, നിൻ്റെ അറിവുകേടിനാലും നശിക്കരുത്. നമുക്ക് പലതൊക്കെയും അറിയാം എന്നതുകൊണ്ട് ശരിയായ അറിവ് നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് സത്യത്തെ ശരിയായി അറിയുക, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ സ്തോത്രപ്പിച്ച് സംസാരിക്കുന്നതായി കാണാം. വരുവാനിരിക്കുന്ന ജീവനുള്ള ക്രിസ്തു ആരെന്ന് സ്തോത്രം ഇന്ന് വിശ്വസിക്കുന്നതായി മാർത്ത പറയുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രിയരെ, അതുകൊണ്ട് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം, ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. ഇല്ല എങ്കിൽ 10 കന്യമാർക്ക് വന്നതായ അതിൽ 5 പേരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സമസ്വഭാവമുള്ള എല്ലാം തന്നെ അവർക്ക് ഉണ്ടായിരുന്നിട്ടും 5 പേര് സ്വർഗരാജ്യത്തെ നിഷേധിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് 5 പേർക്ക് സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിഞ്ഞില്ല. കാത്തിരിപ്പ് ഉണ്ടെന്ന് വരികിലും അതുപോലെ സ്തോത്രം അവർ വിളക്കെടുത്തു എന്നതിലും എണ്ണയെടുത്തു എന്നുള്ളതിലൊക്കെയും അത് കത്തിച്ചു എന്നുള്ളതൊക്കെയും ശരി തന്നെ. കർത്താവിൻ്റെ വരവിൻ്റെ ആർപ്പവിളി അവർ കേട്ടു എന്നുള്ളത് ശരിയാണ്. ലോകസംഭവങ്ങൾ നമ്മളെ സ്തോത്രം ചരിത്രത്തിലൂടെ പ്രപഞ്ചത്തിലൂടെയൊക്കെയും നമ്മളെ വിളിച്ചറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ്. സത്യദൈവത്തെ തിരിച്ചറിയുവാൻ ഇസ്രയേൽ എന്നുള്ളതായിരിക്കുന്ന ഒരു ചരിത്രം തന്നെ മതി. സ്തോത്രം. അത്ത് തളർത്തു, വേനലെടുത്തു എന്ന് നാം മനസ്സിലാക്കുന്നു. സ്തോത്രം. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ദൈവിക വചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ സ്തോത്രം നാം കർത്താവിൽ വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ 10 പേരിൽ 5 പേരുടെ കന്യകമാരെ പോലെ സമസ്വഭാവ സവിശേഷതകളുണ്ടെന്ന് വരികിലും വേണ്ടതായ പ്രധാനപ്പെട്ട ഒന്നില്ലാതെ വന്നാൽ സ്തോത്രം നശിക്കപ്പെടുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ, യൂദയുടെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. തെസ്സലോനി ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. യൂദയുടെ ലേഖനത്തിൽ 15-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവർ അവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് യൂദയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഭക്തിവിരുദ്ധമായ സ്തോത്രം അല്ലെങ്കിൽ ഭക്തി കെട്ടതായ സ്തോത്രം ഭക്തിക്ക് യോഗ്യമല്ലാത്ത ദൈവിക വചനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെയും ഇടിച്ച് കളഞ്ഞുകൊണ്ട് സ്തോത്രം ആത്മാവായ ദൈവം, അല്ലെങ്കിൽ തിരുവചനത്തിൽ വായിക്കുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന്
യോവേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. അത് എൻ്റെ ആത്മാവാണ്. ആ ആത്മാവിനെ നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. അതായത് പരിശുദ്ധനായവൻ്റെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞതായ പല കാര്യങ്ങളും ഗ്രഹിക്കാത്തത്, സ്തോത്രം, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ സകല സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യും. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. സ്തോത്രം. വിശ്വാസത്തിൻ്റെ വലിയതായ പ്രത്യാശയാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. അപ്പോൾ ഭക്തിക്ക് യോഗ്യമല്ലാത്തതായ സകല പ്രവൃത്തികൾ നിമിത്തം നമ്മളെ, സ്തോത്രം, ന്യായം വിധിക്കും. സ്തോത്രം. അവർക്ക് യഥാർത്ഥമായ ഭക്തിവിരുദ്ധമായി ചെയ്തതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, സ്തോത്രം, ഒരു ബോധ്യം ആ സമയത്തുണ്ടാകും. തിരുവചനത്തിൽ അവൻ്റെ നാമം മൂലം പാപം മോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ടതായ ദൈവീക പ്രമാണത്തെ തിരസ്കരിക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ്റെ നാമം, സ്തോത്രം, എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച്, സ്തോത്രം, നാം മുന്നോട്ട് പോകണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യത്തിൽ ഞാൻ തന്നെ അവനെന്ന്, സ്തോത്രം, അവരറിയും. അപ്പോൾ യഹോവ തന്നെയാണ് യേശുവെന്ന്, യഹോവ തന്നെയാണ് മേഘാരൂഢനായി വരുന്നതെന്ന്, സ്തോത്രം, നമുക്ക് മനസ്സിലാക്കും. പഴയ നിയമത്തിൽ യഹോവയെന്നും പുതിയ നിയമത്തിൽ യേശുവെന്നും നാം വായിക്കുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളിലൂടെ വരുന്നവൻ യഹോവയായ ദൈവം ആണ്. എന്നാൽ പുതിയ നിയമ തിരുവെഴുത്തുകളിലൂടെ അവൻ മേഘാരൂഢനായി വരുന്നത് യേശു ക്രിസ്തു ആകുന്നുവെന്നും എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, സ്തോത്രം, അവൻ തന്നെയാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്, സ്തോത്രം, അവൻ, സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. അവൻ നമ്മളെ ചേർക്കുവാൻ വരും. എന്നാൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും പ്രസംഗിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൽ നിന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതുകൊണ്ട് നാം ഏകസത്യ ദൈവത്തെ തിരിച്ചറിയുക, അവൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക. ഈ സത്യം നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്ന് ക്രിസ്തുവിനോളം തലയോളം വളർന്ന് ദൈവമഹത്വത്തിനായി നിലനിൽക്കുവാൻ ഈ വചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും കുത്തിത്തുളച്ചവരും അവനെ കാണും. സ്തോത്രം. അവൻ തന്നെയാണ് ഇവൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് സത്യത്തിൽ ജീവിപ്പാൻ
ദൈവം നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ വരുന്ന നാളിൽ തൻ്റെ കരം പിടിച്ച് തൻ്റെ മാറോടണച്ചിടുമേ. ഈ സൗഭാഗ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.